വ്ളോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. വെയിറ്റ് ലോസ് പൗഡറായ ജാക്ക്ഫ്രൂട്ട് പൗഡർ കൊണ്ട് നമ്മൾ 5 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ദോശയുടെ മാവാണ്. ഉഴുന്നും പച്ചരിയും ചോറും ഉലുവയും എല്ലാം ചേർത്ത് തലേ ദിവസം അരച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് 1.5 കപ്പ് ജാക്ക്ഫ്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 മണിക്കൂർ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം. ഈ മാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഡ്ഡലിയും സാമ്പാറും ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാക്ക് ഫ്രൂട്ട് പൗഡർ ചേർത്ത് അട ഉണ്ടാക്കി നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും ജാക്ക് ഫ്രൂട്ട് പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് നന്നായി കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിന് നെയ്യ് ഒഴിച്ച് അടച്ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് ജാക്ക് ഫ്രൂട്ട് പൗഡർ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ചപ്പാത്തി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ജാക്ക് ഫ്രൂട്ട് പൗഡർ ചേർക്കുന്നതേ ഉള്ളൂ. ഗോതമ്പ് പൊടിയും ജാക്ക് ഫ്രൂട്ട് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. അരമണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അത് പരത്തി ചുട്ടെടുക്കുക. ഒരു ഫ്രൈങ് പാനിൽ നെയ്യ് ഒഴിച്ച് ഞാനിവിടെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് സബോളയും മുളകും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും യൂസ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും എല്ലാം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണേ. ഇത് വഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ദോശമാവ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജാക്ക്ഫ്രൂട്ട് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സബോളയും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കുക. അപ്പോൾ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ചുട്ടെടുക്കാം. ഒരു ഫ്രൈങ് പാനിൽ നെയ്യ് ഒഴിച്ച് ഈ ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് പൗഡർ വെച്ചുള്ള നല്ല അടിപൊളി സ്വാദിഷ്ടമായ 5 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.